ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ ആഴ്ചയാണ്. അപ്പോൾ പുതിയ സ്കൂളിലുള്ള മക്കളുണ്ടാകും, പഠിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയ ആൾക്കാരുണ്ടാകും, ഇനി സ്കൂൾ മാറണം, എനിക്ക് സ്ട്രീം മാറണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാകും. ഈ വീഡിയോ എന്ന് പറയുന്നത് +1-ൽ കൊമേഴ്സ് എടുത്ത മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യമായിട്ട് +1 കൊമേഴ്സ് കയറിയ വിദ്യാർത്ഥി ചെയ്യേണ്ട 3 കാര്യങ്ങളെ പറ്റിയാണ് മിസ്സിന് പറയാനുള്ളത്. ഒന്നാമതായിട്ട് നിങ്ങളെ നോട്ട്സ് നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് തന്നെ വെക്കുക. മിക്ക കുട്ടികളും ചെയ്യുന്നൊരു തെറ്റാണ്, ഒരു നോട്ട്ബുക്കിനകത്ത് 6 സബ്ജക്റ്റും കൊണ്ട് എഴുതിയിട്ട് ഒരു അവിയൽ പരുവത്തിൽ കൊണ്ടുനടക്കുക എന്നുള്ളത്. അതൊരിക്കലും ചെയ്യരുത്. 6 ബുക്ക് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് എക്സാമിൻ്റെ സമയത്ത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നോട്ട്സ് നല്ലോണം കീപ്പ് ചെയ്യുന്നത്, ഡയഗ്രാംസ് ആയാലും ഗ്രാഫുകളായാലും ഏത് സബ്ജക്റ്റിലായാലും കൃത്യമായിട്ട് വരച്ച് വെക്കുന്നത് എക്സാമിൻ്റെ തലേന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, സിലബസ് അറിഞ്ഞ് പഠിക്കുക. ഓരോ സബ്ജക്റ്റിലുമുള്ള ചാപ്റ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. സിലബസിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇനി നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്കാണോ വാങ്ങുന്നത് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കി ഓണം എക്സാം പോർഷൻ, ക്രിസ്മസ് എക്സാം പോർഷൻ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ബേസിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. മിക്ക കുട്ടികളും പറയുന്നത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചോളാം. മക്കളെ, നമ്മുടെ ബേസ് ശരിയായാലേ മുകളോട്ട് ബിൽഡ് ചെയ്യുന്ന എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുള്ളൂ. സോ നിങ്ങളെ ബേസിക്സ് നിങ്ങൾ പഠിക്കുന്നത്, ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും +2ലേക്ക് വരുന്ന സമയത്ത് തന്നെ കണ്ടിന്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ബേസ് സെറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ഇനി കൊമേഴ്സിൻ്റെ ഒരു മിത്താണ് എന്താ പറയുന്നത്, മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് കൊമേഴ്സ് എടുക്കുന്നത്, കൊമേഴ്സ് വളരെ ഈസിയാണ്, ഒരു ആവറേജ് സബ്ജക്റ്റ് ആണ്. അല്ല, കൊമേഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുന്നില്ല. കൃത്യമായിട്ട് ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കൊമേഴ്സുകാർ വരുത്തുന്ന കുറച്ച് തെറ്റുകളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യുന്നത്. പോർഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല, നോട്ട്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല, എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാവത്തുമില്ല. അതേപോലെ തന്നെ എക്സാമിന് തലേന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം. എക്സാമിന് തലേന്ന് 10-12 ചാപ്റ്റർ ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, നമ്മൾ ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാതിരിക്കൽ. നോക്കി വായിച്ചിട്ട് എക്സാമിന് പോകും, അപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രോബ്ലംസ് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം, എന്നാൽ മാത്രമേ നിങ്ങളവിടെ അടിപൊളിയാവുള്ളൂ. പിന്നെ മിസ് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പേടിപ്പിക്കുകയല്ല കേട്ടോ, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ തെറ്റുകളൊക്കെ വരുത്താതിരിക്കുക. പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ കൊമേഴ്സ് ജേണി അടിപൊളി ആവട്ടെ. നിങ്ങളുടെ കൊമേഴ്സ് ജേണിയോടൊപ്പം സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും കൂടെ ഉണ്ടാകും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.